മന്ത്രിമാർ ഇതിൽ 5 മന്ത്രിമാർ നമ്മൾ കരുതിയിരുന്നതാണ് അപ്രതീക്ഷിതമായി ഏറ്റുമാനൂരിൽ. പക്ഷേ ഇത് താൽക്കാലികമായ ഒരു പ്രതിഭാസമായിരിക്കും. പരിയാരം പഞ്ചായത്താണ് കേട്ടോ. പരിയാരം പഞ്ചായത്ത് ആദ്യ റൗണ്ടിൽ ഇത്തവണ LDF തളിപ്പറമ്പിൽ ആദ്യ റൗണ്ടിൽ ഇത്തവണ LDF ലീഡിൽ കുറവ്. കൊട്ടാരക്കരയിൽ ആദ്യ റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ KN ബാലഗോപാൽ മുന്നിലാണ്. ഇടുക്കിയിൽ ആദ്യ റൗണ്ടിൽ റോയ് കെ പൗലോസ് ലീഡ് ചെയ്യുന്നു. 9ാമത്തെ മന്ത്രിയും ഒരു ഡസനിലേക്ക് അടുക്കുന്നു മന്ത്രിമാർ. ഒരു ഡസനിലേക്ക് KK രാമചന്ദ്രൻ 37 വോട്ടുകൾക്ക്. നാദാപുരത്ത് അഭിജിത്തിന്റെ വിജയം പ്രതീക്ഷിച്ചെടുത്ത് ആദ്യ റൗണ്ടിൽ 1393 വോട്ടുകൾക്ക് പി വസന്തം ലീഡ് ചെയ്യുന്നു. കളമശ്ശേരിയിൽ പി രാജീവ് ഇപ്പൊ കരിമാലൂർ പഞ്ചായത്തിലെ ഭാഗങ്ങളിലാണ് UDF ആണ് ലീഡ് എടുക്കുന്നത്. 600 വോട്ടിനാണ് പി രാജീവ്. ഇടുക്കിയിൽ ആദ്യം മുതൽ റോയ് കെ പൗലോസ് ലീഡ് നിർത്തിയാണ്. കാസർഗോഡ് UDF ലീഡ്. കല്ലട്ര മഹീൻ ഹാജി തിരിച്ചു പിടിച്ചിരിക്കുന്നു. BJPയിൽ നിന്നും 1746 വോട്ടുകൾക്ക്. ഒല്ലൂരിൽ മന്ത്രി രാജൻ 127 വോട്ടുകൾക്ക് മുന്നിൽ. ആദ്യത്തെ ഫലസൂചനകൾ വരുമ്പോൾ UDF ക്യാമ്പിന് ആഹ്ലാദം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഫലസൂചനകളാണ് ആദ്യം വരുന്നത്. കേവല ഭൂരിപക്ഷത്തിലേക്ക് UDF കടക്കുന്നു. 72 സീറ്റുകളിൽ UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്ന കാഴ്ച. വടക്കാഞ്ചേരിയിൽ വീണ്ടും LDF ഉയർത്തുന്നു. 599 വോട്ടുകൾക്ക്. 626 വോട്ടിന്റെ ലീഡാണ്. അരൂരിൽ തിരിച്ചുപിടിക്കുന്നു. അരൂരിൽ ദലീമ 129 വോട്ടുകൾക്ക് മുന്നിൽ. ഷാനിമോൾ ഉസ്മാൻ എല്ലാ മണ്ഡലങ്ങളും ഇടുക്കിയിൽ എല്ലാ മണ്ഡലത്തിലും ഒരു ജില്ലയിലെ മുഴുവൻ ഇടുക്കി വയനാട് പൂർണ്ണമായും UDF എടുക്കുകയാണ്. ഏറ്റുമാനൂരിൽ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് 1581 വളരെ പിന്നിലാണ്. ക്യാമ്പിനുണ്ടായിരുന്ന ഏറ്റുമാനൂരിൽ VN വാസവൻ പിന്നിൽ. കോങ്ങാട് UDF തുളസി ആദ്യ റൗണ്ടിൽ തുളസിയാണ് മുന്നിൽ. 1283 വോട്ടുകൾക്കാണ് ഷോക്ക് കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ LDF-ന് 1988 വോട്ടിന്റെ ലീഡ് കിട്ടിയ മേഖലയിൽ UDF 680 വോട്ടിന്റെ ലീഡ്. കളമശ്ശേരിയിൽ UDF-ന് 650 ലീഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 1988 വോട്ടിൽ ലീഡ് ഇപ്പോൾ പിന്നിൽ പോയിരിക്കുന്നത്. തിരുവമ്പാടിയിൽ ആദ്യ റൗണ്ടിൽ UDF മികച്ച ലീഡ് നേടുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവമ്പാടിയിൽ CK കാസിം ലിൻഡോ പിന്നിൽ പോകുന്നു. 1080. രണ്ടാം സ്ഥാനത്ത് CC മൂന്നനാണ് കേട്ടോ. നാട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് CC മൂന്നനാണ്. നാദാപുരത്ത് നോക്കൂ, പി വസന്തം ലീഡ് ചെയ്യും. കൊടുങ്ങല്ലൂരിൽ UDF സ്ഥാനാർത്ഥി OJ ജെനി. പാലയിൽ 193 വോട്ടിൽ കാപ്പൻ. കാസർഗോഡ് ഒന്നാം റൗണ്ട് പൂർത്തിയായി. കാസർഗോഡ് രണ്ടാം സ്ഥാനത്ത് BJP ഇല്ല. മുന്നിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, BJP കാസർഗോഡ് BJPയുടെ കയ്യിൽ നിന്ന് പോകുന്നു. കല്ലട്ര മൈൻ ഹാജി 4177 വോട്ടുകൾക്ക്. ഇനി കാസർഗോഡ് കോഴിക്കോട് നോർത്ത് LDF 813 വോട്ടിൽ ലീഡ്. മന്ത്രി രാജന്റെ ലീഡ് 77 കുറയുന്നുണ്ട്. താനൂരിൽ PK നവാസിന്റെ ലീഡ് 1806. താനൂരിൽ ആദ്യ റൗണ്ട് പൂർത്തിയായെന്ന് കൂടെ മനസ്സിലാക്കണം. താനൂരിൽ ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ PK നവാസ് 74 UDF-ന് 61 LDF-ന്. അത് 59 കുറഞ്ഞു. 76-59. നാലിടത്ത് BJP എന്നുള്ളതാണ് ടാലി. 76 ഇടങ്ങളിൽ UDF. മന്ത്രി രാജൻ വീണ്ടും ലീഡ് ഉയർത്തുന്നു. 335 വോട്ടുകൾക്ക് മന്ത്രി രാജൻ. തൃത്താലയിൽ ആദ്യത്തെ റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ VT ബൽറാമിന് ലീഡ്. തൃത്താലയിൽ VT ബൽറാമിന് ലീഡ്. ഇടങ്ങളിൽ UDF-നാണ് ലീഡ് എന്നുള്ളത് നോക്കണം. സ്വാഭാവികം പ്രതീക്ഷിച്ചതാണ്. പയ്യന്നൂരിൽ LDF 3400. പക്ഷേ ഒന്നാമത്തെ റൗണ്ടിൽ അത്ര മതിയോ എന്നുള്ളതാണ് ചോദ്യം.